ചിക്കൻ കേക്ക് കേട്ടിനോ? അപ്പോൾ ചിക്കൻ കേക്കിൻ്റെ ഒന്ന് റെസിപ്പി കണ്ടാലോ? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള ചിക്കൻ എടുത്തിട്ട് ഉപ്പും മഞ്ഞളും വെള്ളവും ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ച് വെക്കുക. ആ ഒരു വെന്ത് കിട്ടുമ്പോഴേക്ക് ഓഫ് ചെയ്യണം. പിന്നെ വലിയുള്ളി, പച്ചമുളക്, മല്ലിച്ചപ്പ് ഇതൊക്കെ നന്നായി മുറിച്ച് വെക്കുക. തക്കാളി കുറച്ച് ലാസ്റ്റിലോട്ടാണ് ഇടുന്നത്, അപ്പോൾ അത് പതുക്കെ മുറിച്ചാൽ മതി. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ നമുക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിക്കുക. ശേഷം പച്ചമുളകും വലിയുള്ളി ഇട്ട് നന്നായി ഒന്ന് ഇളക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് ഉള്ളി വഴറ്റി കിട്ടും കേട്ടോ. ഉപ്പിൻ്റെ അളവൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ചില ആൾക്കാർക്ക് ഭയങ്കര ഉപ്പ് വേണമായിരിക്കും, ചിലർക്ക് കുറച്ച് മതിയായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്ക് ആവശ്യത്തിനുള്ള അനുസരിച്ച് എടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ആക്കി വെച്ച ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞളും ചിക്കൻ മസാലപ്പൊടിയും കുരുമുളകിൻ്റെ പൊടിയും ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് തണിയാൻ വേണ്ടി മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ 5 മുട്ടയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുട്ട എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്ററിൽ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ മിക്സിയിൽ ചെയ്താലും മതി. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ജസ്റ്റ് അടിച്ചു നോക്കി യൂട്യൂബിൽ. അപ്പോൾ വേറെ ആരൊക്കെ ചെയ്യുന്ന പോലെ തോന്നി. അപ്പോൾ പിന്നെ 1.5 ഗ്ലാസ് മൈദ എടുത്തിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കട്ടകളൊന്നും ഇല്ലാതെ വേഗം മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ നമ്മുടെ ഈ ബാറ്ററിലേക്ക് കുറേശ്ശെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല കട്ടകളൊന്നും ഇല്ലാതെ നല്ല ഈ ഒരു പരുവത്തിലായി കിട്ടുമ്പോൾ നമുക്കൊരു കുക്കറിൽ കുറച്ച് അതിൻ്റെ മസാലയും പിന്നെ ഈ ബാറ്ററും കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ഇത് കഴിയുന്നവരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ തക്കാളിയോ അല്ലെങ്കിൽ ക്യാപ്സിക്കം ഉള്ള ആൾക്കാരാണെങ്കിൽ മുകളിൽ ക്യാപ്സിക്കം ഒക്കെ വെച്ചൊന്ന് ഡിസൈൻ ചെയ്യട്ടോ. അപ്പോൾ അതില്ലാത്ത ആൾക്കാരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊരു 20-25 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഏതായാലും ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഇതിൻ്റെ ബാറ്ററിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇടണം കേട്ടോ. അതെന്നോട് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ള ആൾക്കാർ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുക്കറങ്ങാൻ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കുറവായിരിക്കും. പിന്നെ ഇതാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാത്ത ആൾക്കാരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. മുട്ട മിക്സിയിലിട്ട് അടിക്കുമ്പോഴാണ് എനിക്ക് ഒന്നുകൂടി ഒരു ടേസ്റ്റ് തോന്നിയത് കേട്ടോ. പക്ഷേ ഇതൊരു വെറൈറ്റി തന്നെയാണ്.